ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് UK-ലെ തന്നെ ഏറ്റവും വലിയ സൂ ആയ ചെസ്റ്റർ സൂവിലാണ്. പേര് പോലെ തന്നെ ചെസ്റ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1931 ജോർജ് മോട്ടേർഡ് എന്ന ആളാണ് ഇത് സ്ഥാപിച്ചത്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നമ്മൾ പാസ് കാണിച്ചിട്ട് അകത്ത് കയറുമായിരുന്നേ. ആദ്യം തന്നെ ഇവിടെ ആനയുടെ ഒരു സെക്ഷനായിരുന്നു. 2 ആന ഉണ്ടായിരുന്നു ഇവിടെ. ഇവരൊരു കിടങ്ങിൻ്റെയും അതുപോലെ വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ തന്നെ അവർ ഈ ആനകൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനെ ആയിരുന്നു. ആകെ ഒരാൾ മാത്രമേ അവിടെ കണ്ടുള്ളേ. അത് കഴിയുമ്പം ഇത് പിന്നെ കണ്ടത് ഒനാഗസ് എന്നാണ്, അതായത് നമ്മുടെ കഴുതയാണ് പിന്നെ നമ്മൾ കണ്ടത്. 2 പേരെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നേ. ഈ സൂ ഏകദേശം 130 ഏക്കർ വിസ്തീർണം ഉണ്ട് ഇതിന്. പിന്നെ 500ഓളം സ്പീഷീസ് ഉള്ള 35,000-ഓളം മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കാണാൻ പോയത് ബട്ടർഫ്ലൈസിനെയാണ്. ഇവിടെ ബട്ടർഫ്ലൈ ജേണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു എൻട്രൻസിൽ. ഇതിൻ്റെ അകത്ത് തന്നെ അവർ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 28 ഡിഗ്രി സെൽഷ്യസ് എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു സെപ്പറേറ്റ് ഒരു റൂമിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഇതിനെയൊക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ്. ഇങ്ങനെ അവർ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ അകത്തോട്ട് കയറി വേണം നമുക്കിതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ബട്ടർഫ്ലൈസ് മാത്രമല്ല, ഞങ്ങളിവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ കുറേ ചെടികൾ ഒക്കെ കാണാൻ പറ്റി. അതായത് ചെമ്പരത്തിയും തെറ്റിയും കുറേ ചെടികളുണ്ടായിരുന്നു. കാരണം ഇത് 28 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഒരു കാലാവസ്ഥ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം, പിന്നെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു, കുറേ പൂക്കളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഇവിടെ കൂടുതൽ ആകർഷിച്ചത് ബട്ടർഫ്ലൈസിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ നാട്ടിലെ ചെടികളായിരുന്നു. ഇവിടെ പല വെറൈറ്റീസിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ കാറ്റർപില്ലറിൻ്റെ ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ ഇത് കൊക്കൂണാണ്. പിന്നെ ഇത് നമ്മുടെ സാധാ ആടാണ് ഇവിടെ കണ്ടുന്നത്. UK-ലൊക്കെ ഒത്തിരി ചെമ്മരിയാടുണ്ടെങ്കിലും അങ്ങനെ ആടുകൾ അങ്ങനെ കുറവാണ്. ഇവിടെ വന്നാണ് ആടിനെ കാണാൻ പറ്റിയത്. പിന്നെ നമ്മൾ കാണാൻ പോയത് സിംഹത്തിനെയാണ്. ഇതിനൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ഇതിനെ കാണാനായിട്ട്. ഇതിനെ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജസ്ഥാനിലുള്ള ഗിർ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇതിനെ കൊണ്ടുവന്നേക്കുന്നത്. സിംഹം അടുത്തെങ്ങും ഇല്ലായിരുന്നു. പുള്ളി അങ്ങ് ദൂരെ ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മരച്ചവട്ടിൽ കിടന്നിങ്ങനെ ഉറങ്ങുമായിരുന്നു. ആ കിടക്കുന്നത് സിംഹമാണ്, അങ്ങ് ദൂരെ ഒരു മരച്ചവട്ടിൽ. പിന്നെ നമ്മൾ കണ്ടത് പീഫൗളിനെയാണ് നമ്മൾ കണ്ടത്. 2 പീഫൗൾസും പിന്നെ വേറെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒറാങ്കൂട്ടനാണ്. ഇതിൻ്റെ ഒരെണ്ണത്തിനെ മാത്രമേ നമ്മളവിടെ കണ്ടുള്ളേ. ഇത് ടാപ്പിറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന 2 ജീവികളാണിത്. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ സ്വന്തം നാഷണൽ ആനിമലിനെയാണ്, നമ്മുടെ സ്വന്തം കടുവ. പിന്നെ നമ്മൾ കണ്ടത് കരടിയാണ്. പിന്നെ നമ്മൾ കണ്ടത് മുതലയാണ്.
ഈ മുതലയും ആമയും എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചൊരു വലിയൊരു ടാങ്കിൽ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. ഈ മീനെല്ലാം ഈ ആമയുടെ പുറത്തെ ഈ പൂപ്പലും അതുമൊക്കെ ഇങ്ങനെ തിന്ന് ആണ് ജീവിക്കുന്നത്. കുറേ മീനുകൾ, കുറേ ജീവികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ 2 ആമകളുണ്ടായിരുന്നു ഈ ഒരു ടാങ്കിൽ തന്നെ. പിന്നെ നമ്മൾ കണ്ടത് ഫ്ലമിംഗോസിനെയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഈ ഫ്ലമിംഗോസിൻ്റെ. ഒരു കുറേ സ്ഥലം മൊത്തം ഫ്ലമിംഗോസിനെയായിരുന്നു കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ പെൻഗ്വിൻസിനെ കണ്ടേ. 1-2 പെൻഗ്വിൻസ് ഇതുപോലെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അതൊരു നല്ല ഭംഗിയുള്ള തന്നെ ഒരു കാഴ്ചയായിരുന്നു. ഇത് നമ്മുടെ പിരാന മീനാണ്. പിന്നെ നമ്മൾ കണ്ടത് ചിമ്പാൻസികളെയായിരുന്നേ. ഇതിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. കുറേ ചിമ്പാൻസികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് വേഴാമ്പലിനെയായിരുന്നേ. പിന്നെ ഇതാണ് ഈ കൊളോബസ് മങ്കീസ്. ഇതും കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കളിക്കുന്ന ഒരു കുടുംബമായിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതൊരു സൈസ് ഓന്താണ്. ഇതിനെയൊക്കെ ഒരു ചില്ല് കൂട്ടിലിങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു ഹാബിറ്റാറ്റിൽ അതിനെയൊക്കെ വളർത്തുന്നത്. പിന്നെ ഇതാ നമ്മുടെ സ്നോ ലെപ്പേർഡാണ്. പിന്നെ നമ്മൾ കണ്ടത് റെഡ് പാണ്ടയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് വിക്ടോറിയ ക്രൗണ്ട് പീജൻ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇതിൻ്റെ ഒരു സൗണ്ടും പ്രത്യേകതര സൗണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ ജീവികൾ നമുക്കിവിടെ കാണാൻ പറ്റുമേ. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീർക്കാൻ പറ്റാത്ത അത്രയും കുറേ ജീവികളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് പക്ഷികളുണ്ട്, അതുപോലെ തവളകൾ. ഇതിനെയൊക്കെ അതിൻ്റേതായിട്ടുള്ള ഹാബിറ്റാറ്റിലാണ് അവരിതിനെ വളർത്തുന്നത്. എല്ലാ ദിവസവും ഈ സൂ ഓപ്പൺ ചെയ്യും. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ എന്തോ ആണ്. ഏകദേശം 39 പൗണ്ട് എന്തോ ആണ് ഇതിൻ്റെ എൻട്രി ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്.